ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖാമുഖം വന്നതെന്ന് പറയാൻ കാര്യം ഒന്ന് രണ്ട് ചെറിയൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഓക്കെ, വലിയ പെർഫോമൻസ് മേന്മയൊന്നും കാണത്തില്ല വീഡിയോയ്ക്ക്, നിങ്ങൾ ക്ഷമിക്കുക. ഉള്ളത് ഓൺ വെച്ച് ഓണം പോലെ നമുക്ക് നടത്താം. ഓക്കെ, അവിടുത്തെ കൂട്ട് വലിയ സെറ്റപ്പൊന്നും ഇവിടെ കാണത്തില്ല. ചിലപ്പോൾ ഫാനിൻ്റെ സൗണ്ട് വരും, പലവിധ സൗണ്ടുകൾ കേൾക്കും, പുറത്തെ സൗണ്ട് കേൾക്കും, വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമേ, ഇന്ന് മാർക്കറ്റിലെ ചാർട്ടിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റിന് താഴെ പലരും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുന്നത്, ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പം ഞാനപ്പോൾ ആ കമൻറ്റുകൾ ഇട്ട ആളുടെ പ്രൊഫൈലൊക്കെ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നതിനെ തെറി വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം അങ്ങനൊരു ചാനലിനകത്തിൽ ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ വേറൊരു വീഡിയോകളോ ഒന്നും ചെയ്തിട്ടില്ല. ആകെയും പോകുക ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനൊരു പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളിൽ പോയിട്ട് തെറി വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി. മെയിൻ ഉദ്ദേശം പ്രകോപനമാണ്. പക്ഷേ നമ്മളതിന് പ്രകോപിക്കാൻ നമ്മളതിൻ്റെ പുറകെ പോകുന്നില്ലല്ലോ. നമ്മളതിൻ്റെ പുറകെ പോകുമ്പോഴല്ലേ പ്രകോപനം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ പോകാൻ വഴി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്പം ആ ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. എനിവേ, എന്തുകൊണ്ടാണോ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊള്ളുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം അതിൻ്റെ കാരണം. ഓക്കെ, അപ്പം ആ കാര്യം അങ്ങനെ പറഞ്ഞു വിടുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ഒരാൾ കമൻറ്റ് ചെയ്ത്, ഞാൻ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം വായിച്ച് നോക്കാറുണ്ട് കേട്ടോ. ഒരാൾ പറഞ്ഞു ഗ്രൂപ്പിൽ എടുത്ത് കളഞ്ഞു, എങ്ങനെ അയക്കും, എങ്ങനെ പേര് പറയും. ചേട്ടാ, ഈ ബാക്കിയുള്ള ഈ ആൾക്കാരെല്ലാവരും അവരവരുടെ പേര് സ്ഥലം വന്നിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിനകത്ത് കള്ളനാണയങ്ങളുണ്ട്. ഈ ഗ്രൂപ്പിൽ മറഞ്ഞിരിക്കുന്ന പല കള്ളന്മാരുമുണ്ട്. അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങനെയുള്ള കള്ളനാണയങ്ങളെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡയലോഗ് പറയുന്ന പലരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയാണ് ഇവിടെയൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം മറഞ്ഞിരുന്ന് ചെയ്യാനുള്ള ചെയ്യട്ടെ, അവർക്ക് അതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരാൾ പറഞ്ഞ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിന് ശേഷം എങ്ങനെ വേണമെങ്കിലും ലൈൻ ഇടാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളത്. ഞാൻ മാർക്കറ്റിന് ശേഷം അല്ലല്ലോ, മാർക്കറ്റിന് മുന്നേ അല്ലേ വരയിടുന്നത്. മാർക്കറ്റിന് മുന്നേ വരയിട്ട ശേഷം ആ വരകളല്ലേ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. ശരിയല്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അപ്പോൾ എന്നാലും ഇത്രയൊക്കെ ചെയ്താലും ഞാൻ ഉടായിപ്പാണെന്നേ പറയത്തുള്ളൂ. നോ പ്രോബ്ലം. നമ്മളതൊന്നും കാര്യം നേരത്തെയൊക്കെ ഇതിങ്ങനെയൊക്കെ കേൾക്കുമ്പം വളരെ മാനസിക പ്രയാസം, സങ്കടമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല. കാരണം ഇതൊക്കെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ വൈകുന്നേരങ്ങളിൽ കലിങ്ങേലിരുന്ന് വരുന്നവരെയും പോയതിനെയും കമൻ്റ് അടിക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ. ആ ടീംസിൻ്റെ അതുപോലെ മാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. പറയുന്നവരടുത്ത് പറയും, നമ്മൾ നമ്മുടെ ദൗത്യമായിട്ട് മുന്നോട്ട് പോകും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം. കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഗ്രൂപ്പിലും കള്ളന്മാരെന്ന് പറയാൻ കാര്യം, ഞാനിടയ്ക്ക് നിങ്ങളെ മക്കളെ എന്നൊക്കെ വിളിക്കാറില്ലേ. അപ്പം അത് എടുത്തിട്ട് ഒരാൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എന്നൊക്കെ വിളിച്ച് ഡയലോഗൊക്കെ പറയാനറിയാം, പക്ഷേ മാർക്കറ്റ് ലൈവ് ടൈമിൽ നിങ്ങൾ കോൾ കൊടുക്കുക, അതാണ് മിടുക്കെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കുന്നൊരു സ്വഭാവം കൂടെ നമ്മളവിടെ കണ്ടുവരുന്നുണ്ട്. അത് നമ്മളതൊന്നും കെയർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ വഴിയേ പോന്നു. ഓക്കെ, നമ്മളെ പിന്തുടരാൻ താല്പര്യമുള്ള പിന്തുടരുക, ആരും നിർബന്ധിച്ച് പിന്തുടർപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഇന്ന് കുറച്ച് ഞാൻ അവൈലബിൾ അറിയാമായിരുന്നല്ലോ, ഇത്ര ടൈറ്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് വരാൻ ശ്രമിച്ചു, വീഡിയോ മുടക്കിയില്ല. അതൊക്കെ എൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. കാരണം അത് നമ്മൾ വീഡിയോ മുടക്കത്തില്ല എന്നുള്ളത്, എന്ത് പ്രതിസന്ധി വന്നാലും വീഡിയോ മുടക്കത്തില്ല എന്നുള്ളത് അതെൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. അത് ദൈവം തമ്പുരാൻ ഇതുവരെയും സഹായിച്ചു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇന്നും രാവിലെ ഗ്രൂപ്പിൽ വന്ന് ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്കൊന്ന് വന്നായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. പിന്നെ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ക്ലാസ്സുകൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇനിയും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കോഴിക്കോട്ട് വെച്ചും കൊച്ചി വെച്ചൊക്കെ നേരിട്ട് കാണാം. ഓക്കെ, ആർക്കെങ്കിലും ഇനിയും അവസാന നിമിഷമാണ്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻബോക്സിൽ വന്ന് ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നു. അത്രയും ഭാഗം ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകോട്ടുള്ള ചാർട്ടുകൾ പരിശോധിക്കുമായിരുന്നേ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ 1-2 ആഴ്ചത്തെ ചാർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. 17-ാം തീയതി മുതലുള്ള ചാർട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഈ 17-ാം തീയതി മുതലുള്ള ചാർട്ടുകൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ 1-2 മണിക്കൂറിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവസരങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 മണിക്കൂറിൽ എല്ലാ ദിവസവും.
ആ 1-2 മണിക്കൂറുകൾക്കകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയവർക്ക് ഈ ആഴ്ച വളരെ കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ പ്രോഫിറ്റ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് അത് അവസാനം വരെ ഇനിയും കിട്ടും, താഴോട്ട് പോകും എന്ന് പറഞ്ഞ് അവസാനം വരെ മാർക്കറ്റിൻ്റെ ചുവട്ടിൽ കുറ്റി അടിച്ച് ഇട്ടേക്കുന്ന പോലെ കിടന്നവർക്കൊക്കെ ലോസും സംഭവിച്ച കഥകൾ പറയാൻ കാണും. കാരണം ആ ഒരു പാറ്റേൺ ആണ് ഇന്ന് ഈ 17-ാം തീയതി മുതൽ 18-ാം തീയതി മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടത്. നമ്മൾ നോക്കി ഇത് 18-ാം തീയതി ചാർട്ട് നോക്കിക്കേ. രാവിലെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഏകദേശം 10:30 വരെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ഡൗൺ ഫോൾ തന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോയി. അവിടുന്ന് ചെറിയൊരു അപ് ട്രെൻഡ് തന്നു, ഇല്ലേ? അപ്പം ഇവിടം വരെ അപ്പോൾ 10:30-ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു മിടുക്കന്മാർ, ഇല്ലേ? അവർക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടിയത് എത്രയാണോ കിട്ടിയത് അവർ ഡിസൈഡ് ചെയ്ത പോയിന്റ് കിട്ടിയവർ അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയവർ ഭാഗ്യവാന്മാർ, ഇല്ലേ? അതിനുശേഷം എന്തെങ്കിലും മൂവ് സംഭവിച്ചോ? ഇല്ല. നഷ്ടം ഹോൾഡ് ചെയ്തവർക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത 19-ാം തീയതി നോക്കാം. 19-ാം തീയതി ഇല്ല, 19-20 അവധിയാണ്. അടുത്ത 21-ാം തീയതി സെയിം സംഭവം. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ഒരു 15 ഏകദേശം 9:30 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. നമുക്കിവിടെ പ്രോഫിറ്റിന് ഒരു ഗെയിൻ ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലേ? ആ ദിവസങ്ങളും. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. ആ ദിവസവും നമുക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇതാ നോക്കിക്കേ, 10-11 മണി ആയപ്പോഴത്തേക്കും അവിടുത്തെ ഓപ്പർച്യൂണിറ്റി, 2 ഓപ്പർച്യൂണിറ്റി, താഴോട്ടൊരു ഓപ്പർച്യൂണിറ്റി, മേലോട്ടൊരു ഓപ്പർച്യൂണിറ്റി, ഇല്ലേ? 2 ഓപ്പർച്യൂണിറ്റി. അതിനുശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയി. പിന്നെന്തൊരു സംഭവിച്ചോ? ഇല്ല. അപ്പം ഇവിടെ ഒരു ചവിട്ടി കുറ്റിയടിച്ച് കിടന്നവന്മാരുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 11 മണി 10:30-ക്ക് വീട്ടിൽ പോകാനാണ് എടുക്കാൻ, അതോ വൈകുന്നേരം വരെ ചവിട്ടി കിടന്നവനാണ് എടുക്കാൻ? ആലോചിച്ച് നോക്കുക. അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം വീണ്ടും എത്രയാണ്? ഇത് 22-ാം തീയതി വീണ്ടും ഒരു മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം നേരെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു, ഇല്ലേ? കറക്റ്റ് നമ്മുടെ ലൈൻ സപ്പോർട്ട് ചെയ്തു. 11:30 ആയപ്പം ട്രേഡ് അവസാനിച്ചു. നോക്കിക്കേ, കറക്റ്റ് 11:30 ആയപ്പോൾ ട്രേഡ് അവസാനിച്ചു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോയി ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോയി. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ അവിടെയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം നോക്കിക്കേ, 23-ാം തീയതി നോക്കിക്കേ, ഒരു ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നല്ലൊരു ഫോള് ചുവടാക്കി കാണിക്കുക. ഒരു ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു, ഒരു ഫോൾ കിട്ടി, ഇല്ലേ? ഫോൾ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഒരു 1 വേ റാലി നടത്തി കഴിഞ്ഞാലും അത് വൈകുന്നേരം 3 മണി വരെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടം വരെ മതി. ഈ 12:30 വരെ, ഇവിടുന്ന് ഇവിടം വരെ ഒരു 12:30 വരെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഒരു 11 മണി വരെ. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോൾ കിട്ടി, ഇവിടുന്ന് മേലോട്ടൊരു ഫോൾ കിട്ടി, ഇവിടുന്ന് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയോ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഇല്ലേ? ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു. അപ്പോൾ ലിമിറ്റഡ് ഒരു ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അടുത്ത് നോക്കിക്കേ, 24-ാം തീയതി പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് നേരെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇവിടം വരെ, ഇവിടം വരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടം വരെ മതി. ഇവിടം വരെ 10:30 ആയപ്പോൾ ഇവിടം വരെ സുന്ദരമായിട്ട് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് പോകുമായിരുന്നു, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് ബൗൺസ് ചെയ്ത് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. ശരിയല്ലേ പറഞ്ഞേ? അപ്പം ഇങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇത് തന്നെ. ഇവിടെ നോക്കിക്കേ, കഴിഞ്ഞ 25-ാം തീയതി ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്ന് നമ്മുടെ ലൈനിൽ 24,850 വന്ന് സപ്പോർട്ട് എടുത്തു, ഇല്ലേ? ഇവിടം വരെയുള്ള പോയിന്റ് നമുക്ക് കിട്ടി, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് കൺസൾട്ടേഷൻ മുകളിലോട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ചാർട്ടുകൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്താലും നേരെ താഴോട്ട് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു, ഒരു ലിമിറ്റഡ് ടൈം, ഇല്ലേ? ഒരു 1-2 മണിക്കൂർ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരവും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരവും മാർക്കറ്റ് നമുക്ക് തന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തില്ല, പ്രയോജനപ്പെടുത്തിയില്ല. അവിടെയാണ് നമുക്ക് വന്ന പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയെന്ന്. ആദ്യത്തെ 1-2 മണിക്കൂറിനകത്ത് ട്രേഡ് അവസാനിപ്പിച്ച് വീട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടും അവിടെ പോകാതെ വീണ്ടും കിട്ടും എന്നുള്ള ആക്രാന്തത്തോടെ, അല്ലെങ്കിൽ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അത് കഴിഞ്ഞ് വീട്ടിൽ നിർത്തി പോകാനുള്ള മനോഗതം കാണിക്കാതെ വീണ്ടും ആവേശത്തോടെ റിവെഞ്ച് മെൻറ്റാലിറ്റിയോടെ ട്രേഡ് എടുത്തവർക്ക് നഷ്ടം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വരയെ കുറ്റം പറഞ്ഞ ആശാനോട്ടാണ് പറയുന്നത് കേട്ടോ. വരകളൊക്കെ നമ്മൾ നേരത്തെ വരച്ചത്തേക്ക് വരുന്നത് മാർക്കറ്റ് നമ്മുടെ വരകളെ റെസ്പെക്ട് ചെയ്യുവാണ്, അല്ലേ? ആ വരയെ തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത്? നാളെ ഞാൻ പറഞ്ഞു, ഇന്ന് ഷോർട്ട് കവറിംഗ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ 25,000 കടക്കാതെ ഒരിക്കലും മാർക്കറ്റ് ഷോർട്ട് കവറിംഗ് നടക്കത്തില്ല. അതിനപ്പുറം 25,000-ന് മുകളിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ്, നല്ല രീതിയിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് നടക്കുക. അല്ലാതെ മറ്റേ വലിയ പുള്ളിയുടെ കൂട്ട് ഇന്ന് ബെയറിഷ് നാളെ ബുള്ളിഷ് ഇന്ന് ബെയറിഷ് അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല, ഇല്ല? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാൻ ആരെ കുറ്റം പറയുകയല്ല, പക്ഷേ നമുക്ക് അങ്ങനെ മാറ്റി പറയുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട്, ഏകദേശം 1 മാസമായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ അവിടെ ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ഫോട്ടോകളിലൂടെയും തമാശ രൂപേണയും
ഓരോരോ പിന്നെ എന്താ പറയുക പിക്ചറുകളിലൂടെയൊക്കെ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. പിന്നെ മാർക്കറ്റിനെ ആകെ സമ്മറി ഞാൻ പറഞ്ഞു തന്നു, മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയാണ് എന്നുള്ള കാര്യം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇവിടെയും വരയ്ക്കാനൊന്നുമില്ല, നമ്മുടെ വരകൾ കൃത്യമാണ്, വരയ്ക്കാൻ ഇനി വേറെ ഒന്നുമില്ല, ഇതേ വര തന്നെ ഉള്ളൂ. മാർക്കറ്റ് ഇതിനകത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണ്, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമായിരിക്കും അല്ലേ, 920 850 റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അല്ല ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് 26 ബ്രേക്ക് ചെയ്ത് നോക്കുക, 27 തട്ടി തിരിച്ചിരുന്ന് നോക്കുക. എന്തായാലും മാർക്കറ്റിൽ ഇപ്പോഴും നെഗറ്റീവ് ന്യൂസുകളാണ്. അതുപോലെ തന്നെ എങ്ങാണ്ടൊക്കെ സുനാമി അടിച്ചെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മാർക്കറ്റിൽ ഇപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പോൾ ആ അരക്ഷിതാവസ്ഥ മാർക്കറ്റിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇതൊന്നും ദഹിക്കാതെ ഇങ്ങനെ വശപ്പശകായിട്ട് നിൽക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ താരിഫിൻ്റെ കാര്യത്തിലും യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ഒരു കണക്ക് പ്രകാരം എൻ്റെ മാത്രം ഒരു പിന്നെ ചിന്തയാണ് പറയുന്നത്, 20-നും 25-നും ഇടയ്ക്ക് മാർക്കറ്റ് നമുക്ക് താരിഫ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, 20-ന് താഴെ മാത്രം നമുക്ക് താരിഫ് കിട്ടിയെങ്കിൽ ഒരു അപ്സൈഡ്, ഒരു പോസിറ്റീവ് മൊമെൻറ്റം പറയാൻ പറ്റത്തില്ല. 20-ന് മുകളിലോട്ട് പോകുന്നത് എപ്പോഴും നമുക്ക് ഒരു ഡേഞ്ചറസ് സോൺ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അടിവരയിട്ട് പറയുന്നു, എൻ്റെ മാത്രം വിശ്വാസം. അത് തെറ്റാകാം, ശരിയാകാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ നിങ്ങൾ ഈ ലെവലുകൾ തന്നെ വാച്ച് ചെയ്യുക. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നറിയാൻ വേണ്ടിയാണ്. കാരണം ഈ ആദ്യത്തെ 2 മണിക്കൂറിലെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ട്രേഡ് അവസാനിപ്പിച്ച് കിൽ സ്റ്റോണാക്കി പോയ ധാരാളം ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എത്ര. അപ്പോൾ ആ കമൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു മറുപടിയും കൂടെ. നമ്മളെ സാഗൂതം ദൂരെ നിന്ന് വീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരെന്താണ് കാണിക്കുന്നത്, ഇവൻ പൊട്ടി പാളീസാകുമോ ഉടായിപ്പാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ കമൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കും, ഉറപ്പായിട്ട് സ്വീകരിക്കും. എനിക്ക് എന്തെങ്കിലും പോരായ്മകളോ എനിക്ക് എന്തെങ്കിലും തെറ്റുകളോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കും. പക്ഷേങ്കിൽ നമ്മളെ ഒരുമാതിരി കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളപ്പോഴും എടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ എൻ്റെ രത്ന ചുരുക്കം. അപ്പം നമുക്കിനിയും അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റിന് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ലോഡാകാനൊക്കെ ഇച്ചിരി താമസം വരും. നമ്മുടെ ഗൾഫിലേക്കോട്ട് 5G ഒന്നുമല്ല ഇവിടെ, മോഡം താഴെയാണ് ഇരിക്കുന്നത്. ഞാൻ മുകളിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, വന്നു, ഭാഗ്യം. ഓക്കെ, അപ്പം ഇപ്പോഴും നോക്കിയേ, ഇന്നും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്ത് നമ്മുടെ നമ്മൾ വരത്തേണ്ട വരക്കാർ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതിന് ശേഷം ഞാൻ വരച്ചതല്ല, കഴിഞ്ഞ ഏകദേശം 1 മാസം കൊണ്ട് ഈ വരകളൊക്കെ ഇവിടെ കിടക്കുകയാണ്. ശരിയോ തെറ്റോ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിക്കാർ പറ. കഴിഞ്ഞ 1 മാസം കൊണ്ട് ഞാൻ ഈ വരയെല്ലാം വരച്ച് വിട്ടേക്കുമല്ലേ, ഇല്ലേ? ആ വരയ്ക്കകത്തുകൂടെ തന്നെയല്ലേ മാർക്കറ്റ് ഓടുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ കാണിച്ചു തരേണ്ടത്? എന്നിട്ടും വെല്ലുവിളിയാണ്. കുഴപ്പമില്ലെന്നേ, വെല്ലുവിളിക്കട്ടെ, വെല്ലുവിളിക്കുന്നവരൊക്കെ വെല്ലുവിളിക്കട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, നാളെയും ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണം സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലേ. മോളി വരുമ്പോൾ താഴോട്ട് സ്കാൽപ്പ് ചെയ്യുക, താഴെ വരുമ്പോൾ മുകളിലോട്ട് സ്കാൽപ്പ് ചെയ്യുക. ആ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എങ്ങോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നത് ആ വഴിക്ക് നിങ്ങൾ മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരച്ച ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഒരു ഫോളിനാണ്. നാളെ മറ്റുള്ള ഇൻഡെക്സുകൾ വീഴുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടുന്ന് നാളെ എക്സ്പയറി ആണ്. മേ ബി ഒരു ഫോളിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ട്രേഡ് എടുക്കുന്നവർ ഈ മുകളിലത്തെ സ്റ്റോപ്പ് ലോസ് ഇത് വെച്ചിട്ട് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് താഴോട്ട് നോക്കാം. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നാളെ നെഗറ്റീവ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ടൊരു ട്രേഡ് നോക്കാം. പക്ഷേ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം നാളെ ഒരു ദിവസം കൂടി ഞാൻ ഫ്രീ ആണ്. മറ്റന്നാൾ എന്തായാലും ഞാൻ കോഴിക്കോട് കാണും. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ എല്ലാവരെയും കാണാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇടയ്ക്കൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാം. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ആകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വിചാരം. ഒരാളുടെ സഹായം ഇല്ലാതെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തന്നെ പരിശീലിക്കുക. ഈ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ പുറകിലും സീറ്റിലൊക്കെ പിടിപ്പിച്ച് നമ്മൾ സൈക്കിളിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ പുറകിൽ നിന്ന് പിടിയങ്ങ് വിടും.
പിടിവിടുമ്പം തന്നെ ചവിട്ടാനുള്ള ഒരു പ്രാപ്തി അവർക്കാകും. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാൾ നിങ്ങളെ ഞാൻ ഉന്തി തള്ളി കൊണ്ടുപോകുന്നു, ഇനി നിങ്ങൾ തന്നെ പഠിക്കാൻ തന്നെ ചെയ്യാറായി. ഓക്കെ, അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് പരിപാടി നടത്തി നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എന്നും എന്നെ ഒരു സുനിൽ ചെറിയാനോ അല്ലെങ്കിൽ എക്സ് ഓർ വൈയെ ആശ്രയിച്ചല്ലല്ലോ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. ആണോ? നാളെ ഞാൻ ചത്തുപോയാലോ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. അപ്പം ശാശ്വതമായിട്ടുള്ള കാര്യം നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പഠിച്ച് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ വിജയിക്കുക. അപ്പം കിട്ടുന്ന ഒരു ആത്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് സംഭവമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.